61ാം സംസ്ഥാന കലോത്സവത്തിൽ കിരീടം നേടി കോഴിക്കോട്. 945 പോയിന്റ് നേടിയാണ് കോഴിക്കോട് ഒന്നാം സ്ഥാനം സ്വന്തമാക്കിയത്. 925 പോയിന്റ് നേടി കണ്ണൂരും പാലക്കാടും രണ്ടാം സ്ഥാനം പങ്കിട്ടു. പതിവിന് വിഭിന്നമായി അടുത്ത കലോത്സവ വേദി സമാപന ചടങ്ങിൽ പ്രഖ്യാപിക്കാതെയാണ് കലോത്സവത്തിന് കൊടിയിറങ്ങിയത്. ഇത് കോഴിക്കോടിന് കോഴിക്കോടൻ ഹൽവയേക്കാൾ മധുരമുള്ള വിജയം. സ്വന്തം മണ്ണിലെത്തിയ സ്വർണ്ണക്കപ്പ് കോഴിക്കോട് വിട്ടുകൊടുത്തില്ല. വ്യക്തമായ 20 പോയിന്റ് വ്യത്യാസത്തിൽ കോഴിക്കോട് കലാകിരീടം തിരിച്ചുപിടിച്ചു. തുടർച്ചയായ 10ാം തവണയും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഏറ്റവും അധികം പോയിന്റ് നേടുന്ന സ്കൂൾ എന്ന ഖ്യാതി BSS ഗുരുകുലം പാലക്കാട് നിലനിർത്തി. നേരത്തെ PA മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മാനുവൽ പരിഷ്കരണങ്ങൾ നടത്തിയ കലോത്സവമാകും അടുത്ത തവണ. വേദി പിന്നീട് പ്രഖ്യാപിക്കും. മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. അടുത്ത തവണ നോൺ വെജ് ഭക്ഷണവും ഉണ്ടാകുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. അടുത്ത തവണ ഈ മേള വേൾഡ് റെക്കോർഡ് അധികൃതരെ അറിയിച്ച് കലോത്സവം നടത്തണമെന്നാണ് ഗവൺമെന്റ് ആലോചിക്കുന്നത്. ഭക്ഷണത്തിലെ വൈവിധ്യങ്ങളെ ഏറെ ഇഷ്ടപ്പെടുന്നവരാണ് മലയാളികൾ. ആ വൈവിധ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നടപടികൾ അടുത്ത കലോത്സവം മുതൽ ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പു നൽകുകയാണ്. കേരളത്തിന്റെ വാനമ്പാടി KS ചിത്രയായിരുന്നു ചടങ്ങിലെ മുഖ്യ അതിഥി. 1978 കലോത്സവത്തിൽ പാടിയ ഗാനം ചിത്ര വീണ്ടും പാടിയപ്പോൾ സദസ്സ് കരഘോഷങ്ങളിൽ മുഴങ്ങി. അപ്പീലുകളുടെ എണ്ണം കുറച്ച് പരിപാടികളുടെ സമയകൃത്യത പാലിച്ച് ഒരു പുത്തൻ ശൈലി കലോത്സവത്തിൽ കൊണ്ടുവരാൻ കോഴിക്കോടിനായി. സംഘാടന മികവ് കൊണ്ടുകൂടി കലോത്സവ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയാണ് കലോത്സവ പതാക കോഴിക്കോട്ട് കൊടിയിറങ്ങിയത്. കലോത്സവ നഗരിയിൽ നിന്നും ടീം ന്യൂസ് 18. 945 പോയിന്റുമായിട്ടാണ് കോഴിക്കോട് കിരീടം ചൂടിയത്. 925 പോയിന്റുമായി കണ്ണൂരും പാലക്കാടുമാണ് രണ്ടാം സ്ഥാനത്ത്. തൃശൂരിന് 915 പോയിന്റും എറണാകുളത്തിന് 881 പോയിന്റുമാണ്. സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ കോഴിക്കോട് ടീം ന്യൂസ് 18നുമായി ആഹ്ലാദം പങ്കുവച്ചു. സുബി വിശ്വനാഥൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വിജയാഹ്ലാദവുമായി കുട്ടികൾ ഗ്രൗണ്ടിലൂടെ നടന്നു നീങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. നമുക്ക് ചോദിക്കാം, എത്ര വലിയ സന്തോഷമാണ്. അടിപൊളിയല്ലേ? നമ്മള് കോഴിക്കോടേക്ക് തിരിച്ചു വേണ്ടത് ഇനി കൊടുക്കൂല. കോഴിക്കോടിന്റെ മണ്ണിൽ ഒരു കലാമേള നടക്കുമ്പോൾ മറ്റൊരു ജില്ലയ്ക്ക് കൊടുക്കാൻ വെച്ചാൽ ഞങ്ങൾക്ക് അതുകൊണ്ട് ഞാൻ തൊട്ടു. സന്തോഷമായി. എത്ര പോയിന്റ് ഉണ്ട്? ഞങ്ങൾക്ക് 900 മുകളിലുണ്ട് പോയിന്റ്. ഇനി എന്താ പ്ലാൻ? ആഘോഷം ഇനി ഇതിന്റെ ആഘോഷത്തില് നമ്മള് ഫ്രണ്ട്സ് എല്ലാരും കൂടി ഭയങ്കര സന്തോഷം. പിന്നെ ഒരുപാട് സന്തോഷം. ഏതായാലും വലിയ സന്തോഷമാണ് കോഴിക്കോട് ജില്ലയിലുള്ള കുട്ടികൾക്കുള്ളത്. അവർ സന്തോഷത്തോടുകൂടി ഗ്രൗണ്ടിലൂടെ നീങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. ഏതായാലും 20 തവണ കോഴിക്കോട് ഈ കപ്പടിച്ചിട്ടുണ്ട്. ഇത് 21ാമത്തെ തവണയാണ് കോഴിക്കോട് കപ്പടിക്കുന്നത്. വലിയ സന്തോഷത്തോടുകൂടി കുട്ടികൾ ഗ്രൗണ്ടിലൂടെ ആഹ്ലാദത്തോടെ നീങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ക്യാമറമാൻ KP സനേഷിനോടൊപ്പം സുവി വിശ്വനാഥൻ, ന്യൂസ് 18. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഏറ്റവും അധികം പോയിന്റ് നേടിയ സ്കൂളായി പാലക്കാട് ജില്ലയിലെ ആലത്തൂർ BSS ഗുരുകുലം. തുടർച്ചയായ 10ാമത്തെ തവണയാണ് ഗുരുകുലം ഒന്നാം സ്ഥാനം നിലനിർത്തുന്നത്. 156 പോയിന്റോടെയാണ് ഇക്കുറി ഗുരുകുലം സ്കൂൾ കിരീടം ചൂടിയത്. 61 വർഷത്തെ കലോത്സവ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു സ്കൂൾ കൂടുതൽ പോയിന്റ് നേടിയ സ്കൂൾ എന്ന പട്ടം തുടർച്ചയായി നിലനിർത്തുന്നത്. ഗുരുകുലം ടീമിന്റെ ആഘോഷങ്ങളിലേക്ക്. തുടർച്ചയായി 10ാം തവണയും ഒന്നാം സ്ഥാനം നേടിയ പാലക്കാട് ഗുരുകുലം BSS സ്കൂൾ ടീമാണ് നമ്മളോടൊപ്പം.
നല്ല സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾക്ക് ബെസ്റ്റ് സ്കൂളിന്റെ HS പ്രൈസും കിട്ടി. അപ്പൊ അതിന്റെ ഭയങ്കര സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. സന്തോഷം എല്ലാവർക്കും. നിങ്ങൾ തന്നെയാണ് 10 തവണയായിട്ട് നിലനിർത്തി പോകുന്നത്. ഞങ്ങൾ എടുത്ത എഫേർട്ടിനുള്ള ഇത് കിട്ടി. HS ട്രോഫി 10 വർഷമായിട്ട് ഗുരുകുലത്തിലാണ്. പ്രാക്ടീസാണ്. അതിനൊക്കെയുള്ള റിസൾട്ടാണ് ഞങ്ങൾക്ക് കിട്ടി. അതെ, BSS ഗുരുകുലം. BSS ഗുരുകുലം. വലിയ ആവേശത്തിനാണ് ടീമുള്ളത്. VSS ഗുരുകുലം ഇത്തവണയും തുടർച്ചയായ 10ാം തവണ ഓവറോൾ സ്കൂൾ കിരീടം ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന സ്കൂൾ എന്ന രൂപത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അതിന്റെ ആവേശത്തിലാണ് മുഴുവൻ ടീം. കലോത്സവത്തിന് സസ്യാഹാരം നൽകുന്നതാണ് ഉചിതമെന്ന് KS ചിത്ര. മാംസാഹാരം മത്സരാർത്ഥികൾക്ക് ദഹിക്കാൻ പാടാണ്. റിയാലിറ്റി ഷോകളുടെ കാലത്ത് കലോത്സവ അനുഭവം വേറിട്ടതാണ്. മത്സരങ്ങൾ സൌഹാർദ്ദപരമായി കാണണമെന്നും KS ചിത്ര വ്യക്തമാക്കി. മലയാളത്തിന്റെ വാനമ്പാടി KS ചിത്രയേച്ചി ഇപ്പൊ നമ്മോടൊപ്പം ചേരുകയാണ്. ചിത്രേച്ചി, സ്വാഗതം. 78 പാടിയ പാട്ട് ഏതാന്ന് ചേച്ചിക്ക് ഓർമ്മയുണ്ടോ? എങ്ങനെയാണ് ആ ഓർമ്മ? പാടിയ പാട്ട്, എനിക്ക് പ്രൈസ് കിട്ടിയ പാട്ട് ഓടക്കുഴലേ ഓടക്കുഴലേ എന്നുള്ള പാട്ടാണ്. ഓടക്കുഴലേ ഓടക്കുഴലേ ഓമനത്താമര കണ്ണന്റെ ചുംബന പൂമധുനുകർന്നവളേ രാഗിണി നീ അനുരാഗിണി മറ്റൊരു രാധയോ രുക്മിണിയോ. രീതിയിൽ നടത്തി പോകുമ്പോഴും ചിലരൊക്കെ ചില വിവാദങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അത് ഭക്ഷണത്തെക്കുറിച്ചും മറ്റുമൊക്കെ ഉള്ളത്? അത് കേട്ടിരുന്നു. നോൺ വെജിറ്റേറിയൻ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഈ ഭക്ഷ്യ സുരക്ഷയുടെ പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ നടക്കുന്ന സമയത്ത് കഴിവതും നോൺ വെജ് ഇല്ലാതെ വെജിറ്റേറിയൻ കൊടുക്കുന്നത് തന്നെയാണ് ആരോഗ്യത്തിനൊക്കെ നല്ലത്. നോൺ വെജ് ഒക്കെ അവർക്ക് അത്രയ്ക്ക് അത് കഴിക്കാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളവർക്ക് വേണമെങ്കിൽ പുറത്തുനിന്ന് എവിടെന്നെങ്കിലും പോയി കഴിക്കണം, അവരുടെ റിസ്കില്. ഈ പറഞ്ഞ മാതിരി ഞാൻ നോൺ വെജിറ്റേറിയൻ എതിര് പറയുന്നതല്ല. ഞാൻ എപ്പോഴും ഈ മത്സരങ്ങൾക്കും അതിനൊക്കെ പോകുമ്പോ കഴിവതും ആ ഒരുപാട് ദഹിക്കാൻ വിഷമമുള്ള സാധനങ്ങൾ കഴിക്കുന്നതിനേക്കാളും കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങൾ കഴിച്ചാൽ നമുക്ക് അത്രയും നമ്മുടെ വയറ് എപ്പോഴും പറയുന്ന നാഭി ശുദ്ധി ഇമ്പോർട്ടന്റ് ആയിട്ട് പറയും. അതായത് നമ്മുടെ വയറ് ശുദ്ധമായിട്ടിരുന്നാലേ തൊണ്ടയിൽ ഇപ്പോൾ അസിഡിറ്റി, റിഫ്ലക്സ് അതെല്ലാം കയറി വന്നു കഴിഞ്ഞാൽ അത് ശബ്ദത്തെ ബാധിക്കും. അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാത്ത ഭക്ഷണങ്ങൾ, ഞാൻ പാട്ടിന്റെ കാര്യം മാത്രമാണ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള സമയത്ത് അതൊക്കെ, അതുപോലെ ഡാൻസിനാണെങ്കിൽ ഡാൻസിന് അവർക്ക് സ്റ്റാമിനയൊക്കെ വേണം. അത് ആ ഫീൽഡിലുള്ളവരോട് ചോദിച്ചാൽ അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ പറ്റും. എന്റെ ഒരു അഭിപ്രായത്തിൽ, എന്റെ അനുഭവത്തിൽ എനിക്ക് ഭയങ്കര ഓയിലി ആയിട്ടോ അല്ലെ ഹെവി ആയിട്ടുള്ള എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് പാടാനും ശ്വാസം കിട്ടാനും നമ്മുടെ തൊണ്ട ക്ലിയർ ആവാനും ഒക്കെ എപ്പോഴും കുറച്ച് വയറ് ലൈറ്റായിട്ടിരിക്കുന്നത് തന്നെയാണ് നല്ലതായിട്ട്. തീർച്ചയായിട്ടും News 18 എനിക്ക് എന്റെയും നമസ്കാരം. ഇന്ന് കലോത്സവത്തിൽ പങ്കെടുത്തവർക്കും വിജയികൾക്കും എല്ലാവർക്കും എന്റെ അനുമോദനങ്ങളും ആശംസകളും. ചിത്രേച്ചി പറഞ്ഞതിനപ്പുറം കൂടുതലായിട്ടൊന്നും ഇനി പറയാനില്ല. അത്ര മനോഹരമായിട്ടാണ് ഓർമ്മകൾ പങ്കുവച്ചത്, പാട്ട് പാടിത്തന്നത്, ഒപ്പം തന്റെ അഭിപ്രായങ്ങൾ പങ്കുവച്ചത്. കലോത്സവ വേദിയിൽ നിന്നും അഖിലോട്ട് പാർക്കൊപ്പം CV അനുമോദ്, News 18. തൃശൂർ മറ്റത്തൂർ ഹൈസ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച സംഘനൃത്തം ഏറെ വ്യത്യസ്തതയുള്ളതായിരുന്നു. കേരളത്തിലെ 14 ജില്ലകളെയും കോർത്തുകൊണ്ടായിരുന്നു അവരുടെ നൃത്തം. വൈറലായ ആ സംഘനൃത്തം കാണാം. Hello.
കലോത്സവ നഗരിയിലെ ഈ വേറിട്ട പ്രകടനം നടത്തിയത് തൃശൂർ മറ്റത്തൂർ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളാണ്. ഈ വിദ്യാർത്ഥികളുമായി ഞങ്ങളുടെ റിപ്പോർട്ടർ CV അനുമോദ് സംസാരിച്ചിരുന്നു. അതിലേക്ക് നമ്മോടൊപ്പം ചേരുന്നത് ഈ മത്സരത്തിൽ വളരെ വ്യത്യസ്തമായ, ഇതുവരെ ആരും അവതരിപ്പിക്കാത്ത ഒരു തീം അവതരിപ്പിച്ച ഒരു ടീമാണ് തൃശൂരിൽ നിന്നുള്ള മറ്റത്തൂർ സ്കൂളിലെ കുട്ടികൾ. ഒരു കാര്യം ഉറപ്പാണ്, ഇതുപോലൊരു നൃത്തം മറ്റാരും ഇവിടെ അവതരിപ്പിച്ച് കാണില്ല. കാരണം കേരളത്തിലെ 14 ജില്ലകളെയും തനതായ രീതിയിൽ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു നൃത്തമാണ് അവതരിപ്പിച്ചത്. നമുക്ക് കുട്ടികളോട് ചോദിക്കാം. വളരെ വ്യത്യസ്തമായൊരു ഡാൻസ് ആയിരുന്നു. ആരായിരുന്നു ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചത്? ഞങ്ങളുടെ മാഷായ അരുൺ നമ്പിലത്ത് ആണ് ഈ പാട്ട് ഇതായത്. എന്താ മാഷ് പറഞ്ഞു? ഇതിപ്പോ സബ്ജില്ല മുതൽ നിങ്ങൾ ഇതായിരിക്കുമല്ലോ അവതരിപ്പിച്ചത്. അതെ. മാഷ് എന്താ നിങ്ങളെ പഠിപ്പിച്ചത്? എന്താണ് ആദ്യം മാഷ് ഇതിനെ പറ്റി പറഞ്ഞത് നിങ്ങളോട്?
മാഷി ശരിക്കും പറഞ്ഞ ഫോക്ക് സ്റ്റൈലാണ് കൂടുതൽ എടുക്കാറ്, ഫുള്ള് ഫോക്ക് സ്റ്റൈല്. പിന്നെ എപ്പോഴും അതല്ല എടുക്കണേ. പിന്നെ ഒരു വെറൈറ്റിക്ക് വേണ്ടി എടുത്തപ്പോൾ പിന്നെ മാഷിന് തോന്നിയിട്ടുണ്ടാവും ഇങ്ങനെ എല്ലാ ജില്ലകളെയും കുറിച്ച്. അതാകുമ്പോൾ കാണണ സാധാരണ ജനങ്ങൾക്കും ഒരു ഇതുണ്ടാവല്ലോ. ഇത് ആദ്യം അവതരിപ്പിച്ച് നിങ്ങൾക്ക് എന്താ തോന്നിയത്? ആദ്യം അവതരിച്ചപ്പോ ഞങ്ങൾക്ക് ഭയങ്കര ഓഡിയൻസ് സപ്പോർട്ട് ഉണ്ടായിരുന്നു. നല്ല എല്ലാവരുടെയും ഭയങ്കര പ്രോത്സാഹനമായിരുന്നു. ഇപ്പൊ ഇവിടെ നിങ്ങൾ ഒരുപാട് ഡാൻസ് ഇതിനോടം കണ്ടു കഴിഞ്ഞു. നിങ്ങളെ പോലെ ഡാൻസ് ആരും അവതരിപ്പിച്ചിട്ടില്ല. അപ്പൊ എന്താ തോന്നണത്? വളരെ സന്തോഷമുണ്ട്. മാഷി ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവം എടുത്ത് തീം എടുത്തായിരുന്നു. നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പാടിയിട്ട് 2 സ്റ്റെപ്പ് എടുക്കാൻ പറ്റുമോ? കണ്ടിട്ടില്ലേ വാ കാസർഗോഡ് വാ. കണ്ണൂര് ഇത് കണ്ണൂര് പാടണ കണ്ണൂര് ഇൻകുലാം 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 സിന്ദാബാദ് കണ്ണൂർ കട്ടി മുത്തപ്പമ്മ കണ്ണൂര്. കേരളത്തിന്റെ ഒരു തനത് സംസ്കാരം, അതാണ് നിങ്ങൾ ഈ നൃത്തത്തിലൂടെ അല്ലെങ്കിൽ തനത് രൂപമാണ് നിങ്ങൾ കാണിച്ചത്. ഇത് ചെയ്യുന്ന സമയത്ത്, പഠിക്കുന്ന സമയത്ത് ഇതിനെപ്പറ്റി ഇങ്ങനെയൊക്കെ ഒരു ധാരണ തോന്നിയിരുന്നു? പ്രത്യേകിച്ച് അങ്ങനെ ആദ്യം വരികളിലൊന്നും സാമ്യം ഉണ്ടായിരുന്നില്ല. സ്റ്റെപ്പുകൾ മാത്രം പഠിക്കായിരുന്നു. പിന്നെ അതിന്റെ വരികൾ മനസ്സിലാക്കി പഠിക്കാൻ മാഷ് പറഞ്ഞു തന്നു. അപ്പോഴാണ് ഓരോരോ കാര്യങ്ങൾ ഇന്ന വൃത്തിക്കാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായത്. അപ്പോഴാണ് ഇതിന്റെ കൺസെപ്റ്റ് ഒന്ന് പിടികിട്ടിയത്. വളരെ ഡിഫറെന്റ് ആയ സംഭവം അല്ലേ? വളരെ ഡിഫറെന്റ് ആണ്. ഞാൻ ഇത്രയും നാളായിട്ടും ഗ്രൂപ്പ് ഡാൻസിനൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. പുതിയ തരത്തിലാണ് മാഷ് ഇങ്ങനെ ഒരു പുതിയൊരു വെറൈറ്റി ആയിട്ട് പാട്ട് തന്നത്. എന്താണെങ്കിലും കലോത്സവത്തിന്റെ വേദിയിൽ ഇത്രയും വ്യത്യസ്തമായ, ഇത്രയും യുണീക്ക് ആയിട്ടുള്ള ഒരു തീം കൊണ്ടുവരാനും അവതരിപ്പിക്കാനും കഴിഞ്ഞതിൽ നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ നൽകുന്നുണ്ട്. ഒപ്പം തന്നെ മികച്ച ഗ്രേഡും മികച്ച ഇനിയുള്ള നേട്ടങ്ങൾ നിങ്ങൾക്ക് കിട്ടട്ടെ എന്നും കൂടി ആശംസിക്കുകയാണ്. ഈ വൈകിയ വേളയിലും കലോത്സവ വേദിയിൽ ഞങ്ങളോടൊപ്പം ചേർന്ന മറ്റത്തൂരിലെ മിടുക്കികൾക്കൊപ്പം ക്യാമറമാൻ അഖിലോട്ട് പറക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. കേരള സ്കൂൾ കലോത്സവം പവേഡ് ബൈ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. SAP S/4HANA DIFA ടാലി അംഗീകൃത കോഴ്സുകൾ ജിടെക്കിലൂടെ. സംസ്ഥാനത്തെ ഹോട്ടലുകളിൽ ഇന്നും വ്യാപക റെയ്ഡ് നടന്നു. കൊച്ചിയിലെ ഹോട്ടലിൽ നിന്ന് ബിരിയാണിയിൽ നിന്ന് പഴുതാരയെ കണ്ടെത്തി. ഭക്ഷ്യസുരക്ഷാ വിഭാഗം നടത്തിയ പരിശോധനയിൽ വൃത്തിഹീനമായ നിലയിലും ലൈസൻസ് ഇല്ലാതെയും പ്രവർത്തിച്ച 3 ഹോട്ടലുകൾ അടപ്പിച്ചു. ആലുവയിൽ 4 ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തു. കൊച്ചി മട്ടാഞ്ചേരിയിൽ ലോബോ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന കയായിസ് എന്ന ഹോട്ടലിലെ ബിരിയാണിയിലാണ് പഴുതാരയെ കണ്ടെത്തിയത്. ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വന്ന ദമ്പതികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗം പരിശോധനയ്ക്കെത്തിയത്. ഹോട്ടലിന്റെ മുകൾ ഭാഗം വൃത്തിഹീനമായാണ് പ്രവർത്തിക്കുന്നതെന്നും ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ പറഞ്ഞു. തുടർന്ന് ഹോട്ടൽ അടച്ചുപൂട്ടി. വളരെ വൃത്തിഹീനമായ രീതിയിലാണ് ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഷെഡ്യൂൾ 4-ലെ വയലേഷനാണ് ഹോട്ടലിന്റെ കിച്ചണിൽ ഫുള്ള് കണ്ടത്. പൊട്ടിപ്പൊളിഞ്ഞ രീതിയിലുള്ള നിലം, അതുപോലെ തന്നെ ഹോട്ടലിന്റെ ഫ്രീസർ, ഇതൊക്കെ വളരെ വൃത്തിഹീനമായ രീതിയിൽ വളരെ ദുർഗന്ധം വമിക്കുന്ന രീതിയിലാണ് കണ്ടത്. അതുപോലെ ഹോട്ടലിലെ ജീവനക്കാർക്ക് ക്യാപ്പ്, ഏപ്രൺ, മാസ്ക് ഒന്നും കൊടുത്തിട്ടില്ല. ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് തന്നെ എടുക്കാതെയാണ് സ്ഥാപനം പ്രവർത്തിച്ചിട്ടുള്ളത്. മട്ടാഞ്ചേരിയിലെ തന്നെ ഹോട്ടൽ A1, സിറ്റി സ്റ്റാർ എന്നീ ഹോട്ടലുകളും അടപ്പിച്ചു. 30-ലധികം കടകളിലാണ് പരിശോധന നടത്തിയത്. 9 കടകളിൽ നിന്ന് പിഴ ഈടാക്കി. ആലുവ നഗരത്തിലെ ഹോട്ടലുകളിൽ നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ 4 ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷ്യവസ്തുക്കൾ പിടികൂടി. പഴകിയ അച്ചാർ, എണ്ണ, ചിക്കൻ, നൂഡിൽസ് എന്നിവ അടക്കമുള്ളവയാണ് പിടികൂടിയത്. ആലുവ ജില്ലാ ആശുപത്രിയിലെ ക്യാൻറ്റീനിൽ നിന്ന് പഴകിയ കഞ്ഞി പിടികൂടി. വരും ദിവസങ്ങളിലും പരിശോധന തുടരുവാനാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ തീരുമാനം. ന്യൂസ് 18 കൊച്ചി. ഇടുക്കി നെടുങ്കണ്ടത്ത് ഒരു കുടുംബത്തിലെ 3 പേർക്ക് ഷവർമ്മ കഴിച്ചതിനെ തുടർന്ന് ഭക്ഷ്യവിഷബാധയേറ്റു. 7 വയസ്സുള്ള കുട്ടിക്കും ഗൃഹനാഥനും പ്രായമായ സ്ത്രീക്കുമാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. നെടുങ്കണ്ടം ക്യാമൽ റെസ്റ്റോ എന്ന സ്ഥാപനത്തിൽ നിന്നാണ് ഷവർമ്മ വാങ്ങിയത്. വയറിളക്കവും ഛർദിയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു സംഭവം. ഹോട്ടലിൽ നടത്തിയ പരിശോധനയിൽ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് പ്രവർത്തനം എന്ന് കണ്ടെത്തിയതോടെ അടച്ചുപൂട്ടാൻ ആരോഗ്യവകുപ്പ് നോട്ടീസ് നൽകി. സംസ്ഥാനത്ത് മുഴുവൻ പരിശോധനയ്ക്ക് അധികാരമുള്ള സ്പെഷ്യൽ
ടാസ്ക് ഫോഴ്സ് 2 ദിവസത്തിനകം രൂപീകരിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. കാസർഗോഡ് മരണപ്പെട്ട യുവതി എവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചത് എന്നും എന്നാണ് ഭക്ഷണം കഴിച്ചത് എന്നും ചികിത്സ തേടിയതിന്റെ വിവരങ്ങളും ശേഖരിക്കാൻ നിർദ്ദേശം നൽകി. ഭക്ഷണത്തിൽ മായം കലർത്തുന്നവർക്കെതിരെ കേസെടുക്കുമ്പോൾ ശക്തമായ വകുപ്പുകൾ ചുമത്തണം. ഭക്ഷണത്തിൽ മായം കലർത്തിയ ശേഷം സ്ഥാപനം പൂട്ടിയാൽ വീണ്ടും തുറക്കൽ എളുപ്പമാകില്ല എന്നും മന്ത്രി വീണ ജോർജ് അറിയിച്ചു. കോട്ടയത്ത് ഭക്ഷ്യവിഷബാധയുണ്ടായ ഹോട്ടൽ വീണ്ടും തുറന്നു. പ്രവർത്തിക്കാൻ അനുമതി നൽകിയ സംഭവത്തിൽ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ രംഗത്തെത്തി. നഗരസഭാ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യനും ഭർത്താവും കൈക്കൂലി വാങ്ങിയാണ് ഹോട്ടൽ തുറന്നു നൽകിയത് എന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. നഗരസഭാ കവാടത്തിനു മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞു. ഡിവൈഎഫ്ഐ കോട്ടയം ജില്ലാ സെക്രട്ടറി ഡി സുരേഷ് കുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. അതിക്രമിച്ചു കയറി ഭീഷണിപ്പെടുത്തിയ മാങ്ങോട് സ്വദേശി സജീവനെയാണ് 4 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ കീഴടക്കിയത്. മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള SPCA സീനിയർ ഇൻസ്പെക്ടർ റിജുവാണ് പ്രതിയെ പിടികൂടിയത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കിഴക്കുംഭാഗം സ്വദേശി സുപ്രഭയുടെ വീട്ടിൽ വടിവാളും നായയുമായി എത്തി സജീവൻ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. തന്റെ അച്ഛന്റെ വസ്തുവിലാണ് സുപ്രഭയുടെ വീടെന്നായിരുന്നു സജീവന്റെ വാദം. സുപ്രഭയുടെ പരാതിയെ തുടർന്ന് പോലീസ് എത്തിയെങ്കിലും ഇയാളെ പിടികൂടാനായില്ല. റോഡ് വീലറടക്കം 3 നായ്ക്കളെ തുറന്നുവിട്ട് വടിവാളുമായി നിന്ന ഇയാളുടെ വീടിന്റെ ചുറ്റുമതിലിനകത്ത് കയറാൻ പോലും ഉദ്യോഗസ്ഥർക്ക് ആയില്ല. ഗേറ്റിന്റെ പൂട്ട് തകർത്ത് അകത്ത് കടന്ന പോലീസ് നായയെ പരിശീലിപ്പിക്കുന്ന സംഘത്തിന്റെ സഹായത്തോടെ നായ്ക്കളെ കെട്ടിയിട്ടു. സജീവനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. അമ്മയെ കൊല്ലുമെന്നും ആത്മഹത്യ ചെയ്യുമെന്നും ഇയാൾ ഭീഷണി മുഴക്കി. അതിനിടെ പിന്നിലെ കതക് തകർത്ത് ഉദ്യോഗസ്ഥർ അകത്ത് കയറിയെങ്കിലും വടിവാൾ വീശി സജീവൻ വിരട്ടിയോടിച്ചു. അതിക്രമത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലുള്ള SPCA സീനിയർ ഇൻസ്പെക്ടർ റിജു പിന്നിലൂടെ പ്രതിയെ പിടികൂടി. തുടർന്ന് നാട്ടുകാരുടെ സഹായത്തോടെ പോലീസ് വിലങ്ങണിയിച്ച് പൊക്കിയെടുത്താണ് ഇയാളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്. ന്യൂസ് 18 കൊല്ലം. ഇലന്തൂർ ഇരട്ടക്കൊലപാതകത്തിൽ ആദ്യ കുറ്റപത്രം സമർപ്പിച്ചു. തമിഴ്നാട് സ്വദേശി പത്മയെ കൊലപ്പെടുത്തിയ കേസിലെ കുറ്റപത്രം എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് സമർപ്പിച്ചത്. പ്രതികൾ നരഭോജനം നടത്തിയെന്നും 3 പേരെ കൂടി നരബലിക്ക് ഇരയാക്കാൻ ശ്രമം നടത്തിയെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. ഇലന്തൂർ ഇരട്ടക്കൊലപാതകത്തിൽ തമിഴ്നാട് സ്വദേശിനി പത്മയെ കൊലപ്പെടുത്തിയ കേസിലെ കുറ്റപത്രമാണ് എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചത്. പ്രതികൾക്കെതിരെ കൊലപാതകം, പീഡനം, മോഷണം, തട്ടിക്കൊണ്ടുപോകൽ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. പ്രതികൾ കൊല ചെയ്യപ്പെട്ടയാളുടെ മാംസം പാകം ചെയ്ത് ഭക്ഷിച്ചു. 3 പേരെ കൂടി നരബലിക്ക് ഇരയാക്കാൻ ശ്രമം നടന്നുവെന്നും കുറ്റപത്രത്തിൽ വിശദീകരിക്കുന്നു. കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്ന് അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച DCP S ശശിധരൻ പറഞ്ഞു. ഈ കുറ്റപത്രത്തിലെ 166 സാക്ഷികളാണ് ചോദ്യം ചെയ്തിട്ടുള്ളത്. 307 ഡോക്യുമെന്റ്സ് ഉണ്ട്. 143 മെറ്റീരിയൽ ഓബ്ജക്ട്സ് ഉണ്ട്. സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസും സാക്ഷിമൊഴികളും തുടങ്ങി കോൾ ഡീറ്റെയിൽ അനാലിസിസ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള വിവിധ ആംഗിളുകളിൽ വിശദമായ അന്വേഷണം നടത്തിയാണ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. പ്രതികൾ അറസ്റ്റിലായി 89ാം ദിവസമാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത്. 166 സാക്ഷിമൊഴികളും 307 രേഖകളുമടക്കം 1600 പേജുള്ളതാണ് കുറ്റപത്രം. ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ സാഹചര്യ തെളിവുകളുടെയും ശാസ്ത്രീയ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് കുറ്റപത്രം തയ്യാറാക്കിയത്. പെരുമ്പാവൂർ സ്വദേശി മുഹമ്മദ് ഷാഫിയാണ് 1ാം പ്രതി. ഇലന്തൂർ സ്വദേശികളായ ഭഗവത് സിംഗ്, ഭാര്യ ലൈല എന്നിവരാണ് 2ഉം 3ഉം പ്രതികൾ. നിലവിൽ 3 റിമാൻഡിൽ കഴിയുകയാണ്. ഒക്ടോബർ 11-നായിരുന്നു പ്രതികളുടെ അറസ്റ്റ്. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 26-നാണ് പത്മ കൊല ചെയ്യപ്പെട്ടത്. കാലടിയിൽ താമസിച്ചിരുന്ന വടക്കാഞ്ചേരി സ്വദേശിനി റോസ്ലിന്റെ കൊലപാതക കേസിലെ കുറ്റപത്രം പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ അടുത്തയാഴ്ച സമർപ്പിക്കും. ന്യൂസ് 18 കൊച്ചി.
തിരുവനന്തപുരം പാറശാല ഷാറോൺ വധക്കേസിലും കുറ്റപത്രം തയ്യാറായി. ഷാറോണിനെ ഗ്രീഷ്മ കഷായത്തിൽ കളനാശിനി കലർത്തി കൊന്നത് 10 മാസത്തെ ആസൂത്രണത്തിന് ശേഷമെന്ന് കുറ്റപത്രം. ജ്യൂസ് ചാലഞ്ച് തെരഞ്ഞെടുത്തത് സ്വാഭാവിക മരണം എന്ന് വരുത്തി തീർക്കാൻ. ഗ്രീഷ്മയുടെ അമ്മയ്ക്കും അമ്മാവനും കൊലപാതകത്തിൽ തുല്യ പങ്ക് എന്നും വ്യക്തമാക്കിയുള്ള കുറ്റപത്രം അടുത്ത ആഴ്ച കോടതിയിൽ നൽകും. പ്രണയിനിയെ ജീവനേക്കാൾ സ്നേഹിച്ച ഷാരോൺ, പ്രണയം ആയുധമാക്കി ഷാരോണിനെ കൊന്ന ഗ്രീഷ്മ, മനസാക്ഷിയെ മരവിപ്പിച്ച കൊലക്കേസിൽ ഇരുവരുടെയും ജീവിതകഥ പറയും പോലെയാണ് ഡിവൈഎസ്പി AJ ജോൺസണിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത്. തമിഴ്നാട്ടുകാരനായ സൈനികന്റെ വിവാഹാലോചന വന്നതോടെ 1.5 വർഷത്തിലേറെ പ്രണയിച്ച ഷാരോണിനെ ഒഴിവാക്കാൻ ഗ്രീഷ്മ തീരുമാനിക്കുകയായിരുന്നു. ജാതി വ്യത്യാസം മുതൽ ഭർത്താവ് മരിക്കുമെന്ന ജാതകദോഷം വരെയുള്ള നുണക്കഥകൾ പറഞ്ഞു നോക്കി. എന്നിട്ടും ഷാരോൺ പിന്മാറാതിരുന്നതോടെ 2021 ജനുവരി അവസാനം മുതൽ കൊലപാതകം ആസൂത്രണം ചെയ്തു. ആദ്യം വിവിധ മാർഗങ്ങളിലൂടെ 5 വധശ്രമങ്ങൾ. അതെല്ലാം പരാജയപ്പെട്ടതോടെയാണ് ജ്യൂസ് ചാലഞ്ച് എന്ന ആയുധം പുറത്തെടുക്കുന്നത്. 1000-ലേറെ തവണ ഗൂഗിളിൽ സെർച്ച് ചെയ്താണ് കഷായത്തിലോ ജ്യൂസിലോ കളനാശിനി കലർത്തുകയെന്ന ആശയത്തിലേക്ക് ഗ്രീഷ്മ എത്തിയത്. അങ്ങനെ വിഷമുള്ളിൽ ചെല്ലുന്ന ഒരാളുടെ ആന്തരിക അവയവങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് വരെ മനസ്സിലാക്കിയിരുന്നു. സ്വാഭാവിക മരണം പോലെ തോന്നുമെന്ന ചിന്തയാണ് ഈ മാർഗം തിരഞ്ഞെടുക്കാൻ കാരണമായത്. ഇരുവരുടെയും 2 വർഷത്തെ ചാറ്റുകളും ഡിലീറ്റ് ചെയ്ത ദൃശ്യങ്ങളും ശബ്ദങ്ങളും ഉൾപ്പെടെ 1000-ലേറെ ഡിജിറ്റൽ തെളിവുകൾ വീണ്ടെടുത്തു. ഗ്രീഷ്മയുടെ പ്രതിസുത വരൻ ഉൾപ്പെടെ 68 സാക്ഷികളുമുണ്ട്. കൊലയിൽ നേരിട്ട് പങ്കില്ലെങ്കിലും അമ്മാവനും അമ്മയ്ക്കും കൊലപാതകം നടക്കാൻ പോകുന്നതുൾപ്പെടെ സകല വിവരങ്ങളിലും അറിവായിരുന്നതിനാൽ തുല്യ പങ്കെന്നുമാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. BJP സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് K. സുരേന്ദ്രൻ തുടരും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന അധ്യക്ഷന്മാരിൽ മാറ്റം വേണ്ടതില്ല എന്ന കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനമാണ് സുരേന്ദ്രന് നേട്ടമായത്. കടുത്ത സംഘടനാ ഭിന്നതയുള്ള കേരളത്തിൽ നേതൃമാറ്റം വേണ്ട എന്ന തീരുമാനം B. മുരളീധര പക്ഷത്തിന് നേട്ടമാകും. സംസ്ഥാന അധ്യക്ഷന്റെ 3 വർഷ കാലാവധി ഡിസംബറിൽ K. സുരേന്ദ്രൻ പൂർത്തിയാക്കിയിരുന്നു. സംഘടനാ രീതി അനുസരിച്ച് സുരേന്ദ്രന് ഒരു ടേം കൂടി ലഭിക്കേണ്ടതോ അല്ലെങ്കിൽ പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കേണ്ടതോ ആണ്. എന്നാൽ 1.5 വർഷത്തിനുള്ളിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടക്കേണ്ടതിനാൽ ദേശീയ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ തുടരട്ടെ എന്ന തീരുമാനത്തിലാണ് BJP. സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായി തുടരുമെന്ന് സംസ്ഥാന പ്രഭാരി പ്രകാശ് ജാവദേക്കർ. And I tell you officially that these are all false news spread by whoever we will find out. തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ കൂടിയാണെങ്കിലും സുരേന്ദ്രൻ സംസ്ഥാന പദവിയിൽ ഇനി 1.5 വർഷം കൂടി തുടരുന്നത് എതിർചേരിയെ അലോസരപ്പെടുത്തുന്നതാണ്. കുഴൽപ്പണ വിവാദവും ഫണ്ട് തിരിമറി ആരോപണവും നേരിട്ട സുരേന്ദ്രനെ മുൻനിർത്തി തിരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത് തിരിച്ചടിയാകുമെന്ന് മുരളീധര സുരേന്ദ്ര വിരുദ്ധ വിഭാഗം കരുതുന്നു. ഇക്കാര്യം കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കും. കേരളത്തിലേതിനു പുറമെ ഗുരുതരാരോപണങ്ങൾ നേരിടുന്ന മറ്റിടങ്ങളിലെ അധ്യക്ഷന്മാരെ മാറ്റണമെന്ന ആവശ്യം വിവിധ സംസ്ഥാനങ്ങളിലെ വിരുദ്ധചേരികൾ ഏകസ്വരത്തിലായിരിക്കും കേന്ദ്രത്തോട് ആവശ്യപ്പെടുക. V. മുരളീധരൻ നേരത്തെ തുടർച്ചയായി 2 ടേം അധ്യക്ഷ പദം പൂർത്തിയാക്കിയിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. മകരവിളക്കിനൊരുങ്ങി സന്നിധാനം. സന്നിധാനത്തേക്കുള്ള തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് ഒരുക്കങ്ങൾ തുടങ്ങി. മകരവിളക്ക് ദിനത്തിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുന്ന തിരുവാഭരണവുമായി അടുത്ത വ്യാഴാഴ്ച പന്തളത്ത് നിന്ന് പുറപ്പെടുന്ന ഘോഷയാത്രയിൽ വലിയ ജനപങ്കാളിത്തമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. തിരുവാഭരണ ഘോഷയാത്ര മുതൽ വലിയ ഭക്തജന പ്രവാഹമുണ്ടാകുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ കണക്കുകൂട്ടൽ. അതിനാൽ വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ജില്ലാ ഭരണകൂടവും പോലീസും ഒരുക്കുന്നത്. 200 പോലീസ് ഉദ്യോഗസ്ഥരുടെ സംഘം ഘോഷയാത്രയെ അനുഗമിക്കും. ഘോഷയാത്ര കടന്നുപോകുന്ന പരമ്പരാഗത പാതകളിലെ ആശുപത്രികളിൽ പ്രത്യേക മെഡിക്കൽ ടീമിനെയും നിയമിക്കും. മുൻകാലങ്ങളിലെല്ലാം വ്യത്യസ്തമായി ധാരാളം ഭക്തജനങ്ങൾ പങ്കെടുക്കാനുള്ള സാധ്യതകളെ കണ്ടുകൊണ്ട് തന്നെ അവർക്കാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കാനും തിരുവാഭരണം സുഗമമായി ദർശിക്കാനും എല്ലാമുള്ള അവസരം ലഭ്യമാകത്തക്ക തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. വ്യാഴാഴ്ച പുലർച്ചെ തിരുവാഭരണം പന്തളം വലിയൊഴുക്ക് ക്ഷേത്രത്തിൽ പ്രദർശിപ്പിക്കും. ഉച്ചയ്ക്ക് 1 മണിക്ക് തിരുവാഭരണവുമായി ഘോഷയാത്ര സന്നിധാനത്തേക്ക് പുറപ്പെടും. ജനുവരി 14 മകരവിളക്ക്. ന്യൂസ് 18 സന്നിധാനം. കാടിറങ്ങുന്ന വന്യത.
വയനാട് സുൽത്താൻ ബത്തേരിയിൽ ഇറങ്ങിയ കാട്ടാന PM2വിനെ മയക്കുവെടി വെച്ച് പിടികൂടാൻ ഉത്തരവ്. PCCF ഗംഗാ സിംഗാണ് ഉത്തരവിട്ടത്. കഴിഞ്ഞ ദിവസം ബത്തേരി നഗരത്തിൽ ഇറങ്ങിയ കാട്ടാന ഒരാളെ ആക്രമിച്ചിരുന്നു. ചെയർമാനെ, നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ ഈ ധർണയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ 35 ഡിവിഷനെ പ്രതിനിധീകരിച്ച് 35 ഡിവിഷനെ ചെയർമാനെ, നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ ഈ ധർണയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ 35 ഡിവിഷനെ പ്രതിനിധീകരിച്ച് 35 ഡിവിഷനെ സ്പോർട്സ് വാർത്തകൾ. സെഞ്ചുറിയുമായി സൂര്യകുമാർ യാദവ് തിളങ്ങിയപ്പോൾ ശ്രീലങ്കയ്ക്കെതിരായ മൂന്നാം ട്വന്റി-20യിൽ ഇന്ത്യയ്ക്ക് കൂറ്റൻ സ്കോർ. രാജ്കോട്ടിൽ ടോസ് നേടി ബാറ്റിംഗിനെത്തിയ ഇന്ത്യ നിശ്ചിത ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 228 റൺസാണ് നേടിയത്. 45 പന്തിൽ സൂര്യകുമാർ യാദവ് കരിയറിലെ മൂന്നാം T20 സെഞ്ചുറിയാണ് കുറിച്ചത്. ഇന്ത്യ ശ്രീലങ്ക ഏകദിന മത്സരത്തിനുള്ള ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചു. മന്ത്രി അഡ്വക്കേറ്റ് GR അനിൽ വിൽപ്പന ഉദ്ഘാടനം ചെയ്തു. അപ്പർ ടയറിന് 1000 രൂപയും GSTയും ലോവർ ടയറിന് 2000 രൂപയും GSTയുമാണ് നിരക്ക്. കേരള സീനിയർ ടീം അംഗമായ റോഹൻ പ്രേമിനെ ചടങ്ങിൽ ആദരിച്ചു. റോഹന് KCAയുടെ ഉപഹാരമായി 5,16,800 രൂപയും കടകംപള്ളി സുരേന്ദ്രൻ MLA സമ്മാനിച്ചു. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജയേഷ് ജോർജ്, സെക്രട്ടറി വിനോദ് S. കുമാർ, വൈസ് പ്രസിഡന്റ് P. ചന്ദ്രശേഖരൻ, ജോയിന്റ് സെക്രട്ടറി ബിനീഷ് കോടിയേരി, ഏകദിന മത്സരത്തിന്റെ ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് ശ്രീജിത്ത് P. നായർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ത്യ ശ്രീലങ്ക ഏകദിന പരമ്പരയിലെ അവസാന മത്സരമാണ് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്നത്. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. സാങ്കേതികപരമായും നിയമപരമായിട്ടും ചില തടസ്സങ്ങളുണ്ടോ? ശിശുക്ഷേമ സമിതി ഉന്നയിക്കുന്ന വാദങ്ങൾ എത്രത്തോളം നിലനിൽക്കുന്നതാണ്? ഈ അവകാശപ്പെട്ട് വരുന്ന ആളുകളുടെ മക്കളാണ് ഇന്ന് തെളിയിക്കുന്നതിനുള്ള രേഖകൾ അവരുടെ കൈവശം ഇല്ല എന്നാണ്. ഇവർ റോഡിൽ കടന്നപ്പോൾ ഇല്ലാത്ത വേദനയാണ് ഇപ്പോൾ CWC കാണിക്കുന്നത്. ന്യൂസ് 18 നടത്തിയ ഇടപെടൽ ഫലം കാണുന്നു. ആ അമ്മയുടെ പ്രതികരണം ഇനി ഞങ്ങൾക്ക് ഉറങ്ങാം എന്നുള്ളതായിരുന്നു. അതുതന്നെയാണ് ഞങ്ങളുടെയും വലിയ സന്തോഷം. 2 കുട്ടികൾ, അവരുടെ കുടുംബാംഗങ്ങൾക്ക് ഇനി സമാധാനമായി ഉറങ്ങാം.